നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെസ്റ്റ് ബാങ്കിലെ സെന്റ് ജോർജ് ദേവാലയത്തിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചു ക്രൈസ്തവ സഭാ നേതൃത്വം. ക്രൈസ്തവ സമൂഹത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന്റെ ഭാഗമാണിതെന്ന് പ്രാദേശിക ക്രൈസ്തവ നേതാക്കൾ വ്യക്തമാക്കി. ആക്രമണം ഗൗരവമായി അന്വേഷിക്കുമെന്ന് ഇസ്രായേലിലേക്കുള്ള വത്തിക്കാൻ അംബാസിഡർ യൗറോൺ സൈഡ്മാൻ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യൻ പട്ടണമായ തായ്ബയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് പ്രാദേശിക ക്രൈസ്തവ നേതാക്കൾ. ആക്രമണം ദേവാലയത്തിനും അതിനടുത്തുള്ള സെമിത്തേരിക്കും കേടുപാടുകൾ വരുത്തിയെന്നും ക്രൈസ്തവ സമൂഹത്തെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന്റെ ഭാഗമാണിതെന്ന് കരുതുന്നതായും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞയാഴ്ചയാണ് ദേവാലയത്തിനും സെമിത്തേരിക്കും നേരെ ആക്രമണമുണ്ടായത്. അഗ്നിക്കിരയാക്കുവാനായിരുന്നു ശ്രമം. ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് തിയോഫിലോസ് മൂന്നാമനും ലാറ്റിൻ പാത്രിയാർക്കീസ് പിയർ ബാറ്റിസ്റ്റ പിസാബെല്ലയും തായ്ബ ഗ്രാമത്തിൽ സന്ദർശനം നടത്തി. ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് ഇരുവരും പറഞ്ഞു. ക്രൈസ്തവരെ അവരുടെ പൂർവിക ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള അക്രമമാണിതെന്ന് ജെറുസലേമിലെ വിവിധ സഭാമേധാവികളുടെ കൗൺസിൽ പ്രസ്താവിച്ചു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ബിഷപ്പ് കോൺഫറൻസിന്റെ അന്താരാഷ്ട്ര കാര്യവകുപ്പിന്റെ അധ്യക്ഷൻ ബിഷപ്പ് നിക്കോളാസ് ഹഡ്സൺ ആക്രമണത്തെ അപലപിച്ചു. അക്രമ സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പരിശുദ്ധ സിംഹാസനത്തിലെ ഇസ്രായേലി അംബാസിഡർ യാരോൺ സൈഡ്മാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആക്രമണം ഗൗരവമായി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷക്കീന ന്യൂസ്.